ജീവിതം ഉറങ്ങിത്തീർക്കാനുള്ളതല്ല, നമ്മൾ ജീവിക്കുന്ന മധുരമനോഹര ഭൂമിയെ കണ്ണിറയെ കണ്ടു തീർക്കാനുള്ളതായിരുന്നു. അതായിരുന്നു ചലച്ചിത്ര ആസ്വാദകരുടെ മനസ്സിൽ ചിരഞ്ജീവിയായി വാഴുന്ന തിരക്കഥാകൃത്തും സംവിധായകനുമായ AK ലോഹിതദാസിന്റെ ജീവിത വീക്ഷണം. ഉണർന്നിരുന്നു പ്രകൃതിയെ ആസ്വദിച്ച്, ചുറ്റുപാടുകളെ നിരീക്ഷിച്ച്, വലുപ്പച്ചെറുപ്പവും വേർതിരിവുകളുമില്ലാതെ മനുഷ്യരോടും സഹജീവികളോടും ഇടപഴകിയും ലോഹ്യം പറഞ്ഞും ഹ്രസ്വമായ ജീവിതം ജീവിച്ചു തീർത്തയാളാണ് അമ്പഴത്തറയിൽ കരുണാകരൻ ലോഹിതദാസ്. 80കളുടെ രണ്ടാം പാതയിലാണ് ചലച്ചിത്ര ലോകത്ത് ലോഹിതദാസ് എന്ന തിരക്കഥാകൃത്തിന്റെ രംഗപ്രവേശനം. സംവിധായകൻ സിബി മലയിലിനു വേണ്ടി എഴുതിയ തനിയാവർത്തനം പ്രേക്ഷകരുടെ ഉള്ളുലച്ച സിനിമയായി, മലയാള സിനിമയുടെ വഴിത്തിരിവുമായി. മണ്ണിൽ ചവിട്ടി നടക്കുന്ന മനുഷ്യരായിരുന്നു അദ്ദേഹം സൃഷ്ടിച്ച മിക്ക കഥാപാത്രങ്ങളും. സിനിമാ ലോകത്തെ തിരക്കുകൾക്കിടെ സ്വസ്ഥമായ ജീവിതവും മണ്ണിന്റെ ഗന്ധവും പ്രകൃതിയുടെ മർമ്മരവും ഒക്കെ ആസ്വദിക്കാൻ മോഹിച്ചാണ് ലോഹിതദാസ് വള്ളുവനാടൻ മണ്ണിൽ ജീവിതമുറപ്പിച്ചത്. അങ്ങനെ ഒറ്റപ്പാലത്തുകാരനായി. തലയിലൊരു തൂവാല കെട്ടി, അതല്ലെങ്കിൽ ഒരു തൊപ്പി ധരിച്ച്, ഉടുമുണ്ട് മടക്കിക്കുത്തി അങ്ങാടിയിലും പൂരപ്പറമ്പുകളിലും സാധാരണക്കാരൻ എന്ന പോലെ തനി നാടനായി ജീവിച്ചു. ഒറ്റപ്പാല ലക്കിടി അകലൂർ ഗ്രാമത്തിൽ സ്ഥിരതാമസക്കാരനാക്കിയ സ്വന്തം വീടിന് അമരാവതി എന്ന് പേരിട്ടു. പുരാണത്തിൽ നിന്ന് കടമെടുത്ത പേരാണത്. ദേവേന്ദ്രന്റെ തലസ്ഥാനം, അമരന്മാരുടെ നഗരം. അകലൂരിലെ അമരാവതിയുടെ മുറ്റത്ത് തന്നെ അലിഞ്ഞു തീരണമെന്നും ലോഹിതദാസ് മോഹിച്ചു. ആ മോഹം സഫലമായി. പക്ഷേ അതൊരു അകാല വിയോഗമായി. മലയാള ചലച്ചിത്ര ലോകത്തുണ്ടായ വലിയ നഷ്ടവും. അന്നൊരു മഴ ദിവസമായിരുന്നു. 2009 ജൂൺ 28. തികച്ചും ആകസ്മികമായിരുന്നു തിരക്കഥാകൃത്ത്, സംവിധായകൻ, പാട്ടെഴുത്തുകാരൻ, അഭിനേതാവ്, നിർമ്മാതാവ് എന്നിങ്ങനെ ചലച്ചിത്ര ലോകത്തെ സകലകലാ വല്ലഭനായിരുന്ന ലോഹിതദാസിന്റെ വിയോഗം. പ്രേക്ഷക ഹൃദയം തൊട്ട തിരക്കഥകളും സിനിമകളും മലയാളത്തിന് സമ്മാനിച്ച പ്രിയ കഥാകാരന്റെ ഓർമ്മകൾക്ക് 16 വയസ്സ്. തനിയാവർത്തനം മുതൽ നിവേദ്യം വരെ 40ലേറെ സിനിമകളിലൂടെ ജീവിതഗന്ധികളായ കഥകൾ പറഞ്ഞ ലോഹിതദാസിന്റെ അകാല വിയോഗത്തിന് 16 വർഷങ്ങൾ തികയുന്നു. പ്രിയപ്പെട്ട ലോഹിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ കണ്ണീർപ്പൂക്കൾ.